നിങ്ങൾ ഓർക്കും ഇത്രയും വലിയ കല എന്തിനാ വെച്ചേക്കണേന്ന്. ഇന്നൊരു പ്രത്യേക വീഡിയോയെ കാണിക്കാൻ പോണത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് നമ്മൾ ഗ്യാസിലല്ല എന്ന് പറഞ്ഞേന്ന്. കുറച്ച് എല്ലാവർക്കും വേണം, അത് ആവശ്യമാണ്, ജീവിതം മറക്കാതെ. അതെ 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 അതെ. അപ്പൊ എല്ലാവർക്കും ഇങ്ങനത്തെ അവസ്ഥ വരാം. കാരണവന്മാരുടെ വില ഒന്ന് മനസ്സിലാക്കുകയും ചെയ്യും എല്ലാവരും ഇപ്പോഴത്തെ തലമുറ. പക്ഷെ കുഴപ്പം എന്നാന്ന് വെച്ചാൽ അത്രയും ചൂട് പിടിച്ച് കിടക്കണയിലേക്ക് വെള്ളം തളിച്ചാൽ കൊള്ളൂല. അപ്പൊ തെറ്റുകൾ എല്ലാവർക്കും സംഭവിക്കാമല്ലോ. അപ്പൊ ഞാൻ നിങ്ങളോടത് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇന്നൊരു പ്രത്യേക വീഡിയോയെ കാണിക്കാൻ പോണത്. നമ്മളെ അടുത്ത സെക്ഷൻ, അടുക്കളയുടെ അടുത്ത സെക്ഷനിലേക്ക് പോകാം. കാരണം അരി അടുപ്പത്തിടാൻ പോവാം. അരി അടുപ്പത്തിടാൻ പോവാ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എവിടെയാന്നുള്ളത്. അപ്പൊ ഇത്രയും നാൾ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന കുക്കറിലുള്ള വേവിക്കലല്ലേ. ഇത് അപൂർവമായിട്ട് കഞ്ഞി മൺകലത്തിലൊക്കെ വേവിക്കുന്നത് ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള ഉണക്കലരിക്കഞ്ഞിയൊക്കെ വേവിക്കുന്ന കാണിച്ചിട്ടുണ്ട്. ചിരക്കയിട്ടിട്ടുള്ള ചിരക്കാക്കഞ്ഞിയൊക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്നുമല്ല. സാധാരണ ഊണ് കഴിക്കാനുള്ളതേ കുത്തരി ചോറുണ്ടാക്കാൻ പോവാ. അത് ഞാൻ കഴുകി വാരിയച്ച് വെള്ളം ഇട്ട് കയ്യിലും ഇതിൽ വെച്ചേക്കണതാട്ടോ. കലം ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇടാനുള്ളത് ഗ്യാസിലല്ല. ഗ്യാസിലല്ലാത്തതിന്റെ കാരണം ഇപ്പോഴത്തെ നിലവാരം അനുസരിച്ച് ഇന്ന് 14-ാം തീയതി ശനിയാഴ്ച കേട്ടോ, മാർച്ച്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് നമ്മൾ ഗ്യാസിലല്ല എന്ന് പറഞ്ഞതെന്ന്. അപ്പൊ നമുക്ക് അരി അടുപ്പത്തിടാം, തീ പിടിപ്പിക്കണം. എപ്പോഴും നമ്മൾ വിറക് വരയിൽ കുറച്ച് മടല്, പിന്നെ ഇത് ചിരട്ട, കുറച്ച് വിറക്, അതുകൂടാതെ ഓലയും ശേഖരിച്ച് വെച്ചിട്ടുണ്ടാവും. അത് പണ്ട് കാലം പോലെയുള്ള കൃഷിവല കുടുംബത്തിലൊക്കെ ശേഖരിക്കുന്നത്. അപ്പം അതെടുത്ത് നമുക്ക് അടുപ്പിൽ തീ പിടിപ്പിച്ച് അരി അടുപ്പത്തിടാം. പോരാ, എൻ്റെ പുറകെ പോരാ. വൈകിട്ട് നമുക്ക് കുറച്ച് പെറുക്കാൻ പോവാം. അതെന്നാന്നോ പെറുക്കണതിന്റെ പ്രത്യേക ഈ തൊഴുത്തായിട്ടുള്ള വിറക് വര, ഇപ്പൊ തൊഴുത്തൊന്നും ഇല്ലല്ലോ. വിറക് വരയിൽ ഇരിക്കുന്നത് മുഴുവനും കട്ടിയുള്ള വിറകുകളാണ്. അപ്പൊ ചുള്ളിവിറക് വേണമെങ്കിൽ ഇഷ്ടം പോലെ ഉണക്കവിറക്, വേനൽക്കാലം അല്ലേ, ഇതില് പറമ്പിൽ ഇങ്ങനെ കൊമ്പുകൾ വീഴുന്നതിൻ്റെ ഒക്കെ കിടപ്പുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് പിറക്കിയെടുക്കാം. ഞങ്ങളിങ്ങനെ ഈ വീണ കൊമ്പുകളൊക്കെ നമ്മുടെ ആവശ്യം അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ബാക്കിയുള്ളവരോടൊക്കെ എടുക്കാൻ പറഞ്ഞ് കൊണ്ടുപോകും. അപ്പൊ അത് ഇതിപ്പോ കുറച്ച് ചുള്ളിവിറക് നമുക്ക് പിറക്കിയെടുക്കാം കേട്ടോ. അപ്പൊ അതേ തീ പിടിപ്പിക്കാനായിട്ട് ഞാൻ ഇച്ചിരി ഈ പാത്രമൊക്കെ കഴുകാനുള്ള ചിരട്ടയിലുള്ള ചകിരിയില്ലേ, ആ ചകിരി അടിയിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ചകിരിയിലേക്ക് വേഗം കത്തൽ കയറിക്കോളും. ദേ അടിയിൽ ആ ചകിരി, പിന്നെ കുഞ്ഞു വിറക് ഇപ്പോൾ വെച്ചേക്കണം. ഒരു മടൽ വിറക് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കട്ടിയുള്ള വിറക് വെച്ച് കൊടുക്കണം. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കത്തി പിടിച്ചിട്ട് വേണം. ഈ ഇങ്ങനെ തേങ്ങ പൊതിക്കണ ചകിരിയിലുള്ള ആ ചകിരി കീറി വെച്ച് കഴിഞ്ഞാൽ പുരുന്നല്ലേ ഇരിക്കുന്നത്. അതിലേക്ക് പെട്ടെന്ന് ഇത് കയറിക്കോളും, തീ കത്തി പിടിച്ചോളും. അപ്പം അത് സൗകര്യമാണ്. വേനൽക്കാലം ആയതുകൊണ്ടാട്ടോ ഇതൊക്കെ സൗകര്യമായിട്ട് നടക്കണത്. ഇനി നമുക്ക് കുറച്ച് വിറക് ഞാനിവിടെ താഴത്തേക്ക് വിറകിടണ്ടല്ലോ എന്നോർത്താം. കുറച്ച് വിറക് ഞാനിവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. തീരണം മുറയ്ക്കുമ്പോൾ വെച്ച് കൊടുക്കാം. പിന്നെ കട്ടിയുള്ള 1-2 കോല് ഇവിടെ കൊണ്ടുപോയി വെക്കാം. തേക്കാൻ ചൂട് വേണമല്ലോ നല്ലേ. ഈ വെള്ളം തികന്ന് കഴിയുമ്പോൾ 1.5 ഗ്ലാസ് അരി അടുപ്പത്തിരുന്നോളൂ. നിങ്ങൾ ഓർക്കും ഇത്രയും വലിയ കല എന്തിനാ വെച്ചേക്കണേന്ന്. കാരണം ഇങ്ങനെ വലിയ 1-2 കലങ്ങളിലാണ് അടിയിൽ കരി പിടിച്ചിരിക്കുന്ന കലമുള്ളൂ. ചെറിയ കലങ്ങളിലൊന്നും കരിയില്ല. കാരണം അടുപ്പത്ത് വയ്ക്കൽ കുറവല്ലേ. അത് കാരണം അപ്പം കരിയുള്ള ഒരു കലമുള്ളതിൽ ചെറുതെടുത്തന്നേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമല്ല. അപ്പം നമുക്ക് വെള്ളം തികന്ന് കഴിയുമ്പോൾ അരി ഇടണം നിങ്ങളെ കാണിക്കാം. അപ്പം ഇനി വേനലായതുകൊണ്ട് കത്തിപ്പോന്നോളും പെട്ടെന്ന്. വെള്ളം തികന്ന് കഴിയുമ്പോൾ അരി ഇടാം കേട്ടോ. ഓക്കെ. വിറക് പറക്കി നടക്കുന്നുണ്ടോ? വിറക് പറക്കി നടക്കൊന്നുമല്ല. പറമ്പിലേട്ട് പോവാം. പറമ്പിൽ പോയാൽ കുറേ കിട്ടും അല്ലേ. ഞാൻ തൊഴുത്തിലിട്ടിട്ടുണ്ട്. ഞാൻ വാരി ഓലയിട്ടിട്ടുണ്ട്. ഓലയിട്ട മുകളിൽ കെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ചുള്ളിവിറക് അതിനകത്ത് കൊണ്ട് ഇട്ടേക്കണതാണ്. പണ്ടത്തെ കാലഘട്ടത്തിലേക്ക്. അതെ 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 അതെ, അത് വേണമല്ലോ. കുറച്ച് എല്ലാവർക്കും വേണം, അത് ആവശ്യമാണ്. ജീവിതം മറക്കാതെ. അതെ 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 അതെ. എല്ലാവരും പറയുവേ പാടില്ല, അല്ലെങ്കിൽ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാനൊക്കെ മേലായികയൊക്കെ വന്നു കഴിഞ്ഞാൽ ഹോട്ടലിൽ ചെന്ന് ഭക്ഷണം കഴിക്കാം. ഇല്ലെന്ന് ആരും പറയണില്ല. അപ്പം എല്ലാവർക്കും ഇങ്ങനത്തെ അവസ്ഥ വരാം. പക്ഷേ ഹോട്ടലിൽ നിന്ന് പോയാൽ എന്ത് ചെയ്യും? ഭക്ഷണ രീതികൾ ഈ ഫ്ലാറ്റുകളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് കൂടുതൽ ഇതിൻ്റെ ബുദ്ധിമുട്ട്. ഗ്രാമപ്രദേശത്ത് എങ്ങനെയാണെങ്കിലും വിറകും അടുപ്പും ഒക്കെ ഉണ്ടാവും. ഇല്ലെങ്കിൽ ഇൻസ്റ്റൻ്റ് ഒരു അറക്കപ്പൊടിയൊക്കെ ഇട്ട് കത്തിക്കണ ഈ ഇരുമ്പിൻ്റെ അടുപ്പ് മേടിച്ചാലും കത്തിക്കാം, പുറത്തിട്ടാണെങ്കിലും. ഗ്രാമപ്രദേശം. പിന്നെ ഇൻഡക്ഷൻ കുക്കറുണ്ട്. നമുക്കും ഇൻഡക്ഷൻ കുക്കറുണ്ട്. പക്ഷേ ഇൻഡക്ഷൻ കുക്കറിൽ എന്തോരം വെക്കാൻ പറ്റും? അല്ലെങ്കിൽ 2-3 കുക്കർ വേണ്ടി വരും. ഗ്യാസ് ബർണർ 3 കത്തും പോലെ 1-2 അടുപ്പ് കത്തിയാൽ ഒന്നും ആവൂല്ലോ. ജോലിക്കൊക്കെ പോണവർക്ക് ഏറ്റവും വിഷമം ഗ്യാസിന്റെ രൂക്ഷത വന്നു കഴിയുമ്പോൾ. വീട്ടിലിരിക്കുന്നവർക്ക് അത്രയും ബുദ്ധിമുട്ടില്ല, എങ്ങനെയെങ്കിലും ഒക്കെ ഒപ്പിക്കാം. അപ്പൊ നീ പറഞ്ഞ പോലെ ആയാസാണ്. പഴയ കാലത്തിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടം അല്ലേ. അതൊക്കെ ഉള്ളൂ. പണ്ടൊക്കെ ഇങ്ങനെയൊക്കെയല്ലേ കത്തിക്കണത്.
അടുപ്പിലല്ലേ എല്ലാം ചെയ്യണത്. അപ്പം ആ കാരണവന്മാരുടെ വില ഒന്ന് മനസ്സിലാക്കുകയും ചെയ്യും എല്ലാവരും ഇപ്പോഴത്തെ തലമുറ. കാരണം ഈ ബുദ്ധിമുട്ട് വരുമ്പോഴേ അവരൊക്കെ നമുക്ക് എന്തുമാത്രം സഫർ ചെയ്താണ് ഭക്ഷണമൊക്കെ പഠിക്കാൻ പോകുമ്പോൾ തന്നുകൊണ്ടിരുന്നതെന്ന് മനസ്സിലാക്കണം. അരി കഴുകി വെള്ളത്തിൽ ഇങ്ങനെ ഇട്ടോണ്ട് പോകുന്നതേ ഉള്ളൂ. വെള്ളം കുറച്ച് ആവശ്യമുണ്ടല്ലോ, എന്തായാലും കുക്കർ പോലെയല്ലല്ലോ, കലത്തിൽ എന്തോരം വെള്ളം ഒഴിച്ചാലും വേറെ വിഷയമില്ലല്ലോ. ദേ കഞ്ഞിക്ക് വേണ്ടി വെച്ചേക്കണ സ്പെഷ്യൽ കയ്യില ഇതൊക്കെ ലോക്കൽ ഷോപ്പിൽ നിന്ന് മേടിക്കണതാട്ടോ. ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ 2 ഉണ്ട്. ഈ ക്രിസ്മസ് സമയത്ത് കഞ്ഞി കരോൾ പാടി വരുമ്പോ 2 ചെരുവത്തിലേക്ക് കഞ്ഞി എടുത്തേച്ച് കയ്യിലിട്ട് വെക്കണതാ. അപ്പൊ അതൊക്കെ ഇങ്ങനെ പുറത്തേക്ക് എടുത്തതാ. അപ്പൊ ആവശ്യം വരുമ്പോഴാണല്ലോ ഒക്കെ എടുക്കണത്. അല്ലേ നോക്കിയോട്ടോ, നോക്കിക്കൊണ്ടിരിക്കുക. തികന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ തിള വന്നു കഴിഞ്ഞാൽ ഒരുപാട് തീ കത്തിക്കണ്ട. ഒരു കോലൊക്കെ ഇരുന്നങ്ങ് കത്തി കെടാതെ നോക്കണം. കെടണതിന് മുമ്പ് വേറൊരു കോല് വെച്ച് കൊടുക്കണം. ഇപ്പൊ ഇത്രയും കോല് വെക്കേണ്ട കാര്യമില്ല. ഇതിപ്പോ വേനലായതുകൊണ്ടാട്ടോ ഇങ്ങനെ കത്തണത്. വെച്ച് കൊടുത്താൽ മതി, ഇത്രയും വേണ്ട. വേറൊന്നുമല്ല, തികന്നതല്ലേ, അതുകൊണ്ടാ. അടുപ്പിലേക്ക് അങ്ങനെ പോയി പൊട്ടിത്തെറിച്ച് വെറുതെ വീണ്ടല്ല. അടുപ്പിൽ അങ്ങനെ വീണാൽ കൊള്ളുവോ ഇല്ലല്ലോ. അങ്ങനെ ചൂടായിട്ട് വെന്തില്ല, ഒരു 5 മിനിറ്റോടെ കഴിയട്ടെ കേട്ടോ. ഈ വെള്ളം മറന്നു കഴിയുമ്പോൾ എടുക്കാം. അടുപ്പിൻ്റെ ചൂട്ടിൽ കപ്പടി തീയാണ് കാണിച്ചത്. കെടുത്ത അല്ലെങ്കിൽ അവിടെ കിടന്നു കഴിഞ്ഞാൽ അത് അപകടം. ഇനി നമുക്ക് ഒന്നും ചെയ്യാനില്ല ഇവിടെ. അടുപ്പിൽ വേറെ ഒന്നും വെക്കാനില്ല. അടുപ്പിൽ വെക്കാനില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പാത്രം എല്ലാം കരിയാവും. അതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കലം നമ്മളാ കരിയുള്ള കലം തന്നെ എടുത്തേക്കണം. കൊച്ചു കലം വെച്ചാൽ അതിലൊക്കെ കരിയായാൽ പിന്നെ എത്ര കഴിയാലും പോവില്ല. അപ്പം ഇനി അടുപ്പിൽ തീ അങ്ങ് കെടുത്തി ഇങ്ങനെ അങ്ങ് ഇട്ടേക്കാം. എന്നിട്ട് ഈ വിറകും അങ്ങ് മാറ്റിയേക്കാം. ഇവിടെ വിറക് വെച്ചാൽ ഡേഞ്ചറാണ്, മാറ്റിക്കൊണ്ട് പോകാം. കാരണം ഇവിടെ അതും ഇതുമൊക്കെ ഇരിക്കണമുണ്ട്. അടുപ്പ് ശൂന്യ. അടുപ്പിൽ തീ വേണമെങ്കിൽ പിടിച്ചോ, ഭയങ്കര തീയ ഉച്ചയായതുകൊണ്ട്. ഭയങ്കര ചൂടായി, ഭയങ്കര ചൂടാവും. ഇവിടെ നിൽക്കാൻ പറ്റില്ല, ചൂട് അടുപ്പ്. ഈ അടുപ്പിൽ എപ്പോഴും തീ കത്തിച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ വല്ല കപ്പയോ ചേമ്പോ ചേനയൊക്കെ ഉള്ള, ചേന ചുടൂല, അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉള്ള സമയമാണെങ്കിൽ കനലിങ്ങനെ കുറച്ചൊന്ന് ചൂടമങ്ങിക്കഴിയുമ്പോൾ ഇങ്ങനെ കനലങ്ങ് നീക്കിയേച്ച് ചാരവും ഇട്ട് കനൽ മീതെ ഇട്ടേച്ച് ചുട്ടെടുക്കാറുണ്ട്. പേരയ്ക്ക ചുടും. പേരയ്ക്ക. അമ്മച്ചി ഇവിടെ പേരയ്ക്ക ചുടണ എന്തുമാത്രമായിരുന്നു, എന്ത് രുചിയായിരുന്നു. ഇവക്ക് ചുട്ടു കൊടുക്കുമായിരുന്നു സ്ഥിരം. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പണ്ടൊക്കെ എനിക്കറിയില്ലാതെ ഈ ഒരു 10 കൊല്ലം അയോൾ അടുപ്പ് ഉപയോഗിക്കാതെയായിട്ട്, അതിന് മുമ്പ് വരെ അടുപ്പിൽ അരി ഇവിടെ വെച്ചുകൊണ്ടിരുന്നത്. അപ്പം പണ്ടൊക്കെ വരുമ്പോൾ ഒന്നും അറിയില്ലല്ലോ, ഈ അടുപ്പിൽ തീ ഇങ്ങനെ കിടന്ന് എരിയും. ഇത് വാങ്ങിക്കഴിയുമ്പോൾ കറികളൊക്കെ ഗ്യാസിലാണ് വെച്ചുകൊണ്ടിരുന്നത്. അപ്പം ചെയ്യണമെന്ന് വെച്ചാൽ ഇച്ചിരി വെള്ളം അങ്ങ് തളിച്ചാൽ അത് കെട്ടുപോകുമല്ലോ എന്നോർത്ത് വെള്ളം തളിക്കും. പക്ഷെ കുഴപ്പം എന്നാന്ന് വെച്ചാൽ അത്രയും ചൂട് പിടിച്ച് കിടക്കണയിലേക്ക് വെള്ളം തളിച്ചാൽ കൊള്ളൂല. അതെല്ലാവർക്കും അറിയാം. പക്ഷെ എനിക്കത് ചിന്തിക്കാനുള്ള ഇതൊന്നില്ലായിരുന്നു. അങ്ങനെ തളിച്ച് കഴിഞ്ഞാൽ ഈ അടുപ്പിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ചൂടത്തി നനവങ്ങ് ചെന്ന് കഴിയുമ്പോൾ അതൊക്കെ പൊട്ടിപ്പോരും. അപ്പം ആരും ഈ വിറകടുപ്പ് ഉപയോഗിച്ചേച്ച് ഇങ്ങനെ കനൽ ഇതുണ്ടെന്നോർത്ത് അപ്പം തന്നെ വെള്ളം ഒഴിച്ച് അതിലേക്ക് തണുപ്പിക്കരുത്. ഇങ്ങനെ അടിച്ചു കൂട്ടിയതൊക്കെ അങ്ങ് ഇട്ടാൽ മതി. പിന്നെ നമ്മളിടയ്ക്ക് നോക്കിയാൽ മതി തീ കത്തണുണ്ടോ ഇല്ലയോ എന്നുള്ളത്. കാരണം എന്ന് വെച്ചാൽ പഴുത്ത് കിടക്കണ അതിലേക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പരിസരത്തൊക്കെ നനവ് ചെന്ന് കഴിഞ്ഞാൽ ചൂടും തണുപ്പൊക്കെ ചെല്ലുമ്പോൾ അതൊക്കെ വിണ്ടായിട്ട് പൊട്ടിപ്പോരും. ഇപ്പം അടുപ്പാർക്കും ഉപയോഗമില്ല. എന്നാലും ഞാൻ പണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് പിന്നെ മനസ്സിലായത് അങ്ങനെ പാടില്ല എന്നുള്ളത്. അപ്പം തെറ്റുകളെല്ലാവർക്കും സംഭവിക്കാമല്ലോ. അപ്പം ഞാൻ നിങ്ങളോടത് പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ 1:30 നിൽക്കാനും ഒരു നിവൃത്തിയില്ല. ചൂട് വാർക്കട കാര്യം ജനലൊക്കെ തുറന്നിട്ടിട്ടുണ്ട്. അതുകൊണ്ട് മാറുവാട്ടോ ഇവിടെ നിന്ന്. അതുകൊണ്ട് ചോറ് വേഗം വാർക്കാൻ അങ്ങ് എടുത്തുകൊണ്ട് പോവായിരുന്നു കലത്തിൽ. അപ്പോൾ ഓക്കെ, ഇനി ചോറ് വിളമ്പുമ്പോൾ കാണാം. കലം ഫുള്ള് കരിയായില്ലേ? ഫുൾ കരിയ.
അതാണ് അടുപ്പിൽ കത്തിച്ച ഗുണമൊക്കെ ഉണ്ട്, രുചിയും ഇതെല്ലാം ഉണ്ട്, സംഗതി എല്ലാം ശരിയാ. പക്ഷെ കലം തേക്കാൻ അരത്തച്ച, അതാണൊരു പ്രശ്നം. അല്ല പണ്ട് ഞാൻ പറഞ്ഞില്ല, ഒരു 10 കൊല്ലം മുമ്പ് വരെ അടുപ്പിലായിരുന്നു കത്തിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അടുപ്പ് റിനോവേഷൻ നടത്തിയപ്പോൾ അടുപ്പ് വേണമെന്ന് പറഞ്ഞ് ഞാനോട് വെപ്പിച്ചത്. അപ്പം ഗുണകരമായില്ലേ അതേതായാലും. അതെ, ആവി ഓർക്കണം, എനിക്ക് ഈ ചൂട് ഉണ്ണാൻ പറ്റൂല. നമുക്ക് ഇൻഡക്ഷൻ ഇന്നൊന്ന് ഓപ്പറേറ്റ് ചെയ്യാം. അത് ഓപ്പറേറ്റ് ചെയ്യണം. ഇങ്ങോട്ട് വെച്ചേച്ച് വരാം, അടുത്ത കലത്തിലെടുക്കും. ഈ അരി വെച്ച കല ഞാൻ ചുമ്മാ ഒന്ന് വെള്ളം അങ്ങ് ഒഴിച്ചു താട്ടോ. അതെ ഇതിലേക്ക് ഉണങ്ങി പിടിച്ചൊക്കെ ഇരിപ്പുണ്ട്. അത് നമുക്ക് ചാരം കൊണ്ടേ ജസ്റ്റ് ഒന്ന് ഇതാക്കി എടുക്കാം. പിന്നെ മെനയായിട്ട് കഴിയണമെങ്കിൽ ഞാൻ കഴുകാൻ മെനയാവൂല, പുള്ളിക്കാരി വരുമ്പോൾ തേച്ച് നമുക്ക് മെനയായിട്ട് കഴിക്കാം. ഇനിയിപ്പോൾ കലത്തിൽ അരി അടുപ്പത്ത് വേവിക്കാൻ ഓർത്തായിരിക്കണം. അപ്പം പിന്നെ ഒത്തിരി ഇത് നോക്കിയിട്ട് കാര്യമില്ല, നാളെ ഇത് തന്നെ അടുപ്പത്ത് കയറ്റാനുള്ളതാണ്. ചെറിയ കലങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഉണ്ട്, 2 ഗ്ലാസ് കരി വെക്കാവുന്ന കലമുണ്ട്. പക്ഷെ കുഴപ്പം അതിലിനി കരി പറ്റിച്ചാൽ ശരിയാവൂല. ഇതിപ്പോൾ കരി പറ്റി പിടിച്ച 2-3 കലങ്ങളുണ്ട്. അതിൽ ഉള്ളതിൽ ചെറുത് ഞാനിങ്ങി എടുത്തതാട്ടോ, പിന്നെയൊക്കെ വലിയ കലങ്ങളാണ്. അതാ ഇതിൻ്റെ ഈ അടുപ്പിൽ കത്തിക്കുമ്പോഴുള്ള ആകെ ഒരു പ്രശ്നം ഇതാ. അതിനു വേണ്ടി പുകയില്ലാത്ത അടുപ്പൊന്നും സൃഷ്ടിക്കാൻ പറ്റൂല മോനെ. ആ അടുപ്പ് തന്നെ ധാരാളം. അതെ 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 കത്തിക്കലില്ല. പിന്നെ വെറുതെ കാശ് മുടക്കണതിൽ നമ്മളെ സംബന്ധിച്ച് വലിയ ഇത് തോന്നണില്ല. എന്തെങ്കിലും ആവശ്യം അങ്ങനെ എന്തെങ്കിലും ഉള്ളപ്പോൾ കേറ്ററിംഗുകാരോട് പറയുമല്ലേ ഭക്ഷണം. പിന്നെ അല്ലാത്തപ്പോൾ പുറത്തിട്ടൊക്കെ ഉണ്ടാക്കിക്കും. ഇപ്പം ഗ്യാസല്ലേ എല്ലാവരും ഉപയോഗിക്കണത്. അതിനൊക്കെ കേറ്ററിംഗുകാരും ഒക്കെ ഗ്യാസല്ലേ ഇപ്പം പരിപാടി. ഇപ്പം ഗ്യാസിന് ഇങ്ങനെ ഒരു വിഷയം വന്നതുകൊണ്ടല്ലേ. ഞങ്ങളുടെയൊക്കെ ഗ്യാസ് തീർന്നിട്ടൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ സേഫായിട്ട് ഓരോന്ന് സൂക്ഷിച്ചത് ചെയ്യണ കാര്യം നിങ്ങളോട് ഷെയർ ചെയ്ത് അത് ഞാൻ പിന്നെ പറയാം. നമുക്ക് പറമ്പിൽ ചെറിയ വിറകൊക്കെ എടുത്തോണ്ട് വരാൻ പോകാം. അന്നേരം നിങ്ങളോട് പറയാം നമ്മളെങ്ങനെയൊക്കെയാണ് ഗ്യാസ് സൂക്ഷിക്കണമെന്നുള്ളത്. സുരക്ഷിതമായി ഇത്രയൊക്കെ പോയിട്ടുള്ളതേ. നമുക്ക് ആ മുൻവശത്തേക്ക് വെച്ച വെയിലത്തിരുന്ന ഒന്നങ്ങ് വെള്ളം മരിഞ്ഞ് കിട്ടിക്കോളും തൽക്കാലത്തേക്ക്. ഇതെപ്പോഴും എടുക്കണ കലമല്ല, ഞാൻ പറഞ്ഞല്ലോ. ഇനിയിപ്പോൾ 1 മാസത്തേക്ക് ഇത് ഉപയോഗം ഉണ്ടാവും. ചെറുത് ഞാൻ അതിലും കരി പറ്റിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതിപ്പോൾ ഇത് നമുക്ക് പുറത്ത് വെച്ചാൽ ആ വാതിൽ ഒടാമ്പിലിട്ടേ ചോദിച്ചാൽ ചുള്ളിവിറക് എടുത്തോണ്ട് വരാം. ഇതിനകത്ത് വിറക് വേണ്ടത് കിടപ്പുണ്ട്, വലിയ വിറകാം. ഇച്ചിരി ചുള്ളി കൊണ്ടുവന്നാലേ നമുക്ക് പറ്റുള്ളൂ തീ പിടിപ്പിക്കാൻ. പിന്നെ മഴയൊന്നുമില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. അരി മാത്രമായിട്ടോ അടുപ്പത്ത് വെക്കണോളൂ തൽക്കാലം. ഇനിയിപ്പോൾ ഇൻഡക്ഷൻ ഒന്ന് പ്രവർത്തിപ്പിച്ച് നോക്കണം. ഇനിയിപ്പോൾ നാളെ ആവട്ടെ. മറന്നുപോയി. ഇനിയിപ്പോൾ ചെടി നനയൊക്കെ ഉണ്ട്, കുളിക്കണം, ചൂട്, പറമ്പിലൊന്ന് പോകാനുണ്ട്. ബാ അതും അമ്മ ഉണക്കാൻ വെച്ചല്ലേ? അല്ല ഉണക്കാനല്ല, വെള്ളമൊന്നും വലിയ വെയിലുള്ളിടത്ത് അങ്ങ് വെച്ചതാ. അവിടെ ഇരുന്ന് വലിയട്ടെ. എന്നാ ഈ നോക്കി നടക്കണേ? ഞാനേ പറിക്കാനുണ്ട് പയറ്. ഇത് ഏത്തക്കായും അച്ചിങ്ങക്കടെ മെഴുക്കുവറ്റി ഉണ്ടാക്കാൻ ഓർത്തതേ. അപ്പയുടെ ഇതിൽ നിന്ന് പറിച്ചെടുക്കണതാട്ടോ. ഒരെണ്ണന്റെ വിത്തിനിട്ടേക്കണം. അപ്പം അതെ ഇത് കംപ്ലീറ്റ് സൂഡോമോണാസ് കുളിച്ച് കിടക്കുക. അതുകൊണ്ടാട്ടോ വൈറ്റ് കളർ കാണുന്നത്. വേറെ മരുന്നുകളൊന്നും അടിച്ചേക്കണതല്ല, പൂക്കാനായിട്ട് അടിച്ചേക്കണതാണ് സൂഡോമോണാസ്. പക്ഷേ പ്ലാൻ ഹോർമോണാണ്. പക്ഷെ നമ്മൾ ഇതിൽ തൊട്ട് കഴിഞ്ഞാലല്ലേ നമുക്ക് ഈ ചൊറിച്ചിൽ വരും കൈക്കൊക്കെ. അങ്ങനെ ഒരു ഇതുണ്ട്. ഇത്ര ഇതിൽ നിന്ന് പറിച്ചതേ. ഇത് പഴയ ഇതിൽ നിന്ന വെള്ളയാ, പണ്ടത്തെ ആദ്യം നിന്ന. അതിപ്പോഴും പോയിട്ടില്ല, ഓരോന്നൊക്കെ ഉണ്ടാവേണ്ടത്. ഇതാണ് ഇപ്പം പറിച്ചെടുത്തത്. കൊള്ളാലോ. നമ്മുടെ ഇത് ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടപ്പോ ഒരു ആന്റി ചോദിച്ചു എന്തെന്നാ ക്ലോസപ്പിൽ കാണിച്ചു പറഞ്ഞേരെ. സൂഡോമോണാസ് ഫ്ലവറി ആവാൻ വേണ്ടി കൊറേ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ചൂട് കൂടുതലുണ്ട്. ഇതൊക്കെ കണ്ടോ, 10-12 ചൂടുണ്ട്. നല്ല ബുഷിയായിട്ട് നിക്കുമ്പോ നല്ല രസാ. അത് ശരിയാ, വേനക്ക് പ്രത്യേകിച്ചല്ലേ ഇങ്ങനെ ഇതായിട്ട് നിക്കുമ്പോ. ഞാൻ കയറിപ്പോക്കോട്ടെ, പടം എടുത്തേച്ചെന്നാ പോരെ.